നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് പത്തനാപുരത്തെ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ആയിരനെല്ലൂരിൽ കൂട്ടുകാർക്കൊപ്പം ആറ്റിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. ലൈവ് വാർത്താ റിപ്പോർട്ടറെ മദ്യമാഫിയ മർദ്ദിച്ച സംഭവത്തിൽ തെന്മല പോലീസ് സ്വീകരിച്ച ഉദാസീനതയ്ക്കെതിരെ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജുവിന്റെ വിമർശനം. പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയ നടപടിയിൽ എംഎൽഎക്ക് അതൃപ്തി. കുളത്തൂപ്പുഴയിൽ INTUC യൂണിയൻ ഓഫീസ് അറ്റകുറ്റപ്പണിയുടെ മറവിൽ RPL എസ്റ്റേറ്റിന്റെ ഭൂമി കയ്യേറിയതായി പരാതി. RPL അധികൃതരുടെ പരാതിയെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. കുളത്തൂപ്പുഴയിൽ INTUC യൂണിയൻ ഓഫീസ് അറ്റകുറ്റപ്പണിയുടെ മറവിൽ RPL എസ്റ്റേറ്റിന്റെ ഭൂമി കയ്യേറിയതായി പരാതി. കുവക്കാട് ജംഗ്ഷനിലാണ് സംഭവം. RPL അധികൃതരുടെ പരാതിയെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. RPL അധികൃതരുടെ പരാതിയെ തുടർന്ന് വനംവകുപ്പിന്റെ പുനലൂർ ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO VT വിശ്വംഭരന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. പരിശോധന സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ DFO തയ്യാറായില്ല. എന്നാൽ RPL ഭൂമി തങ്ങൾ കയ്യേറിയിട്ടില്ലെന്നും നിലവിൽ തകർച്ചയിലായ ഓഫീസിന്റെ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടത്തുന്നതെന്നും കോൺഗ്രസ് നേതാവ് MA ലത്തീഫ് പറഞ്ഞു. രാഷ്ട്രീയ താൽപര്യം മുന്നിൽ കണ്ട് RPL മാനേജർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ വിവാദങ്ങളെന്നും RPLലെ INTUC യൂണിയനെ തകർക്കാൻ മാനേജർ ശ്രമിക്കുകയാണെന്നും MA ലത്തീഫ് ആരോപിച്ചു. ചില തൽപര കക്ഷികളുമായൊക്കെ ബന്ധപ്പെട്ട് വെറും മ്ലേച്ഛമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ചിലരെ സഹായിക്കാൻ വേണ്ടി മാനേജർ എന്ന് പറയുന്ന ആള് മാത്രമാണ് ഇതിനകത്ത് ജയപ്രകാശ് എന്ന് പറയുന്ന മാനേജർ. അയാൾ ഒറ്റ ഒരുത്തൻ മാത്രമാണ് ഇതിനിപ്പോ തടസ്സമായി നിന്നുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ചൽ റേഞ്ച് ഓഫീസർ സുരേഷ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ നിസാർ എന്നിവരും DFOയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. അതേസമയം പരാതിക്കാരായ RPL അധികൃതർ ആരും തന്നെ പരിശോധനാ വേളയിൽ ഉണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് പത്തനാപുരത്ത് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പത്തനാപുരം പന്തപ്ലാവ് മുഞ്ഞക്കര ജെറിൻ ഭവനിൽ സാജൻ മിനി ദമ്പതികളുടെ മകൾ ജെനി സാജനാണ് ആത്മഹത്യ ചെയ്തത്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ജെനിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് ജെനി ആത്മഹത്യ ചെയ്തതെന്ന് പറയപ്പെടുന്നു. ജെനി എഴുതിയതെന്ന് കരുതുന്ന കത്ത് പോലീസ് കണ്ടെടുത്തു. പത്തനാപുരം മൌണ്ട് താബോർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് വിദ്യാർത്ഥിനിയായിരുന്നു ജെനി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൂട്ടുകാർക്കൊപ്പം ആറ്റിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആയിരനെല്ലൂർ ചരുവിള പുത്തൻ വീട്ടിൽ സലാമിന്റെയും ഷംനയുടെയും മകൻ ഷംസാദ് എന്ന 19-കാരനാണ് തിങ്കളാഴ്ച ഉച്ചയോടെ കൂട്ടുകാരായ നിയാസ്, ഇഷാൻ, ഉബൈസ് എന്നിവരോടൊപ്പം കുളിച്ചുകൊണ്ടിരിക്കെ ആറ്റുകടവിൽ മുങ്ങിമരിച്ചത്. ഷംസാദ് പുനലൂർ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയാണ്. വേനൽ മഴ പെയ്തതോടെ ആറ്റിൽ പതിവിൽ കൂടുതൽ വെള്ളമുണ്ടായിരുന്നു. വെള്ളത്തിനടിയിലേക്ക് മുങ്ങിയ ഷംസാദിനെ സുഹൃത്തുക്കൾ കണ്ടെങ്കിലും നന്നായി നീന്തൽ അറിയാവുന്നതിനാൽ സുഹൃത്തുക്കൾ കാര്യമാക്കിയില്ല. ഏറെ നേരം കഴിഞ്ഞിട്ടും ഷംസാദിനെ കാണാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ തെരഞ്ഞെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് ഇവർ ഷംസാദിന്റെ ഉമ്മയെ വിവരമറിയിച്ചു. തുടർന്നാണ് പുനലൂർ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി നാട്ടുകാർക്കൊപ്പം ചേർന്ന് തിരച്ചിൽ നടത്തിയത്. മണിക്കൂറുകളുടെ തിരച്ചിലിനൊടുവിൽ വൈകിട്ട് 6:30 ഷംസാദ് കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് 200 മീറ്റർ മാറി പാറയിടുക്കിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. ആയിരനെല്ലൂർ സ്വദേശികളായ ഡാനിയൽ, ജോമോൻ, ഐസക് പീറ്റർ, അബ്ദുൾ അസീസ്, രാജു എന്നിവർ ചേർന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ലൈവ് വാർത്താ റിപ്പോർട്ടറെ മദ്യമാഫിയ മർദ്ദിച്ച സംഭവത്തിൽ തെന്മല പോലീസ് സ്വീകരിച്ച ഉദാസീനതയെ MLA അഡ്വക്കേറ്റ് കെ രാജു രൂക്ഷമായി വിമർശിച്ചു. പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയ നടപടിയിൽ അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തി. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കാനാണ് പോലീസിന്റെ തീരുമാനമെങ്കിൽ അത് തിരുത്തണമെന്നും പോലീസും മാധ്യമങ്ങളും ഒരുമിച്ച് ജോലി ചെയ്യേണ്ടവരാണെന്ന ബോധം പോലീസിനുണ്ടാകണമെന്നും അദ്ദേഹം ടെലിഫോണിൽ തെന്മല SIയോട് ആവശ്യപ്പെട്ടു. അക്രമികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസെടുത്ത SIയുടെ നിലപാടിൽ അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തി. ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന റിപ്പോർട്ടർ സച്ചിൻ രാജ് ഡിസ്ചാർജ് ആകുന്ന മുറയ്ക്ക് സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കണമെന്നും MLA തെന്മല SIയോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. ലൈവ് വാർത്താ റിപ്പോർട്ടറെ ആക്രമിച്ച സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പ്രതിഷേധം അറിയിച്ചു. ഇത്തരം ക്രിമിനലുകളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കഴുതുരുട്ടിയിൽ വ്യാജ മദ്യവിൽപ്പന നടത്തുന്ന വിഷ്ണു, രതീഷ് എന്നിവരാണ് ലൈവ് വാർത്താ റിപ്പോർട്ടർ സച്ചിൻ രാജിനെ മർദ്ദിച്ചത്. മദ്യലോബികളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും മാധ്യമപ്രവർത്തകരെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന നടപടി നീചമാണെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മായിൽ ലൈവ് വാർത്തയോട് പറഞ്ഞു. യാതൊരു കാരണവുമില്ലാതെ സംശയത്തിന്റെ പേരിൽ മൃഗീയമായി മർദ്ദിച്ച ചില സാമൂഹിക വിരുദ്ധന്മാരുടെ നടപടികളിൽ പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഈ വ്യാജമദ്യവും അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങി പുറത്തു കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ചില ആളുകൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി നടമാടുകയാണ്. മൊബൈൽ മദ്യ വ്യാപാരം എന്ന ഓണം വ്യാപകമായി ഈ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ചിലപ്പോൾ ആരെങ്കിലും പൊതുജനങ്ങൾ പരാതിപ്പെട്ടേക്കാം എക്സൈസിനോട്. പക്ഷെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ
അദ്ദേഹം ഇതുമായി ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തില്ല. അവിടെ എക്സൈസ് റെയ്ഡ് നടന്നു. ആ റെയ്ഡുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് വാർത്ത എടുക്കുന്നതിനോ മറ്റോ പോയതിന് ഒരു പ്രതികാരം എന്ന നിലയിലാണ് ഈ ചെറുപ്പക്കാരനെ മൃഗീയമായി വർദ്ധിച്ചത്. അതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു. മേലിൽ ഇത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കുവാൻ പോലീസും എക്സൈസും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രാദേശിക ദൃശ്യമാധ്യമങ്ങൾ സമൂഹത്തിന്റെ ഭാഗമായി മാറിയ കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രശ്നക്കാരെ ഒറ്റപ്പെടുത്തണമെന്ന് RSP പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി M. നാസർ ഖാൻ അഭിപ്രായപ്പെട്ടു. സംശയത്തിന്റെ പേരിൽ വളരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ RSP പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അതിശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അപലനീയമാണ് ആ സംഭവം. നമ്മുടെ സമൂഹത്തിലെ വിപത്തുകൾക്കെതിരായിട്ട് നമ്മളെ ഈ പ്രദേശത്ത് നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായിട്ട്, ക്രിമിനൽ മൈൻഡുകൾക്കെതിരായിട്ട്, കള്ള നാണയങ്ങളെ തിരിച്ചറിയുന്നതിന് ജനങ്ങളെ സഹായിക്കുന്ന ഒരു ചാനലാണ് ഈ പ്രാദേശികമായിട്ടുള്ള ചാനൽ. അപ്പോൾ പ്രാദേശിക ചാനലിലെ ആളുകളെ സഹായിക്കേണ്ട ബാധ്യത ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായൊരു ഘടകമായി ജനങ്ങളിൽ നിക്ഷിപ്തമായി നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ മാധ്യമ പ്രവർത്തകരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡുള്ള ഒരു വിഭാഗത്തിന് മാത്രമേ കഴിയൂ. ഇന്ന് സമൂഹത്തിന്റെ ഭാഗമായി ഈ ദൃശ്യമാധ്യമ പ്രവർത്തകർ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഇന്ന് നാം വിവരങ്ങൾ അറിയുകയും വിവരങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ദൃശ്യമാധ്യമ യുദ്ധത്തിലൂടെയാണ്. പൂർണ്ണമായി ജനങ്ങൾ അതിനെ അത്രത്തോളം തന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അഴിമതികൾക്കെതിരെ, വിപത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമായി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായൊരു വീഴ്ചയാണ്. അത് പോലീസോ എക്സൈസോ മാത്രമല്ല, ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ ക്രിമിനൽ മൈൻഡുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ ഒറ്റപ്പെടുത്തി സമൂഹത്തിൽ നിന്ന് മാറ്റുന്നതിനാവശ്യമായ കാര്യങ്ങളാണ് സത്യത്തിൽ ഇവിടെ പൂർണ്ണ തോതിൽ നടപ്പിലാക്കി. തീർച്ചയായും ഇത്തരത്തിലുള്ളത് ആവർത്തിക്കാതിരിക്കാൻ പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയിൽ തൃപ്തിയില്ലെന്ന് ഇരു നേതാക്കളും ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തെന്മല. വ്യാജമദ്യവും വാറ്റുപകരണങ്ങളുമായി ഒരാളെ ഏരൂർ പോലീസ് പിടികൂടി. വിളക്കുപാറ, ആയിരനെല്ലൂർ പ്രദേശങ്ങളിൽ വ്യാജമദ്യ വിൽപ്പന വ്യാപകമാണ്. ആയിരനെല്ലൂർ വില്ലേജിൽ തെക്കേക്കര പുത്തൻ വീട്ടിൽ വേലായുധൻ പിള്ളയുടെ മകൻ ഷിബുവാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. അനധികൃത മദ്യവിൽപ്പന നടത്തിവന്ന സംഘത്തിലെ അംഗമാണ് ഷിബു എന്ന് പോലീസ് പറഞ്ഞു. ഷാഡോ പോലീസിന്റെ സഹായത്തോടെയാണ് ഷിബുവിനെ പിടികൂടിയത്. ആയിരനെല്ലൂർ വിളക്കുപാറ പ്രദേശങ്ങളിൽ അനധികൃത മദ്യവിൽപ്പന വ്യാപകമാണ്. ഷിബുവിന്റെ പക്കൽ നിന്ന് 1/2 ലിറ്റർ കോട പിടിച്ചെടുത്തതായി ഏരൂർ SI K. ഷിജി ലൈവ് വാർത്തയോട് പറഞ്ഞു. വ്യാജ ചാരായം അവിടെ ലഭിക്കുന്നതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് കൊല്ലം റൂറൽ പോലീസ് ജില്ലയുടെ ഷാഡോ സംഘം അവിടെ വിവരങ്ങൾ കളക്ട് ചെയ്യുകയും അതിനനുസരിച്ച് ഇന്ന് റെയ്ഡ് നടത്തുകയും അതിൻ്റെ ഫലമായി അവിടെ ആയിരനെല്ലൂർ പാലത്തിന് സമീപം ഷിബുവിൻ്റെ വീട്ടിൽ നിന്ന് വ്യാജ ചാരായവും നാടൻ ചാരായവും കോട വാറ്റുപകരണങ്ങളും ഞാൻ ഷാഡോ SI കബീർ, ഷാഡോ സംഘങ്ങൾ ജോയ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഞാൻ പിടിക്കുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി ഗുരുതരാവസ്ഥയിലായത് ചികിത്സാ പിഴവ് മൂലമാണെന്ന ബന്ധുക്കളുടെ ആരോപണത്തിനെതിരെ ആരോപണ വിധേയയായ വനിതാ ഡോക്ടർ രംഗത്ത്. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഡോക്ടർ നാദിറ ബീഗം പറഞ്ഞു. തനിക്കെതിരെ യുവതിയുടെ ബന്ധുക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള തിരക്കിനിടെ ബന്ധുക്കളോട് വിവരങ്ങൾ പറയാൻ കഴിയാതെ വന്നതാണ് ആരോപണങ്ങൾക്ക് വഴിവെച്ചതെന്നും ഡോക്ടർ നാദിറ ബീഗം ലൈവ് വാർത്തയോട് പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന്റെയും അനസ്തേഷ്യ വിഭാഗം ഡോക്ടറുടെയും അഭാവമുള്ളതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഡോക്ടർ പറഞ്ഞു. ചിതറ തലവരമ്പ് സ്വദേശിനിയായ സബീനയാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. യുവതി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണെന്ന് SAT അധികൃതർ അറിയിച്ചതായി ഡോക്ടർ നാദിറ ബീഗം പറഞ്ഞു. യുവതിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാമെന്ന അവസ്ഥ ആയതിനെ തുടർന്നാണ് ഡോക്ടർ നേരിട്ട് തന്നെ SATയിലേക്ക് കൊണ്ടുപോയത്. സാധാരണ രീതിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണ് പതിവ്. എന്നാൽ സബീനയെ ഡോക്ടർമാരും ജീവനക്കാരും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടതെന്നും ഡോക്ടർ നാദിറ ബീഗം പറഞ്ഞു. 9-ാം തീയതി സബീന എന്ന പേഷ്യന്റിന്റെ സാധാരണ കേസ് എടുക്കുന്നത് പോലെ തന്നെയാണ് സർജറിക്ക് പോസ്റ്റ് ചെയ്തിരുന്നത്. അത് ഡയബറ്റിക് പേഷ്യന്റ് ആയിരുന്നു. ഇൻസുലിൻ കിട്ടിക്കൊണ്ടിരുന്ന പേഷ്യന്റ് ആയതുകൊണ്ട് ഒരു 10-12 ദിവസം മുന്നേ സർജറിക്ക് എടുത്തു. അതിന് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ 8:32 അതിന് ഡെലിവറി ടൈം. സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒന്നും ഉണ്ടായില്ല. ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ബ്ലീഡർ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് നല്ലതായിട്ട് ബ്ലഡ് ബാങ്ക് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഹോസ്പിറ്റലിലാണ്. പിന്നെ നമ്മൾ ഷിഫ്റ്റിംഗ് കുറേ 1 മണിക്കൂറോടടുത്ത് SAT ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ.
അടുത്ത സഹായങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലം കൂടി ആയതുകൊണ്ട് എപ്പോഴും ഹീമോസ്റ്റാറ്റിക് നല്ലതായിട്ട് ബ്ലീഡിങ് കൺട്രോൾ ആയതിനു ശേഷമേ നമ്മൾ യൂട്രസ് ക്ലോസ് ചെയ്ത് അകത്തിട്ട് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാറുള്ളൂ. സാധാരണ പേഷ്യൻ്റ് ഉണ്ടാകുന്ന പോലെ ഇതിന് ഒരു സൈഡിൽ ചെറിയൊരു ബ്ലീഡർ ഉണ്ടായിരുന്നു. നല്ലതായിട്ട് കെട്ടി പൂർണ്ണ ബോധ്യം വന്ന് ബ്ലീഡിങ് ഒട്ടും ഇല്ലെന്നുള്ളത് കൂടെ നിന്ന് സ്റ്റാഫുകളുടെ കൂടെ വിളിച്ച് കാണിച്ച് കൺഫേം ചെയ്തതിന് ശേഷം ഒട്ടും ബ്ലീഡിങ് ഇല്ലെന്ന് ഉറപ്പ് വന്നതിന് ശേഷം സാധാരണ കേസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അത് ക്ലോസ് ചെയ്ത് ഇറങ്ങിയത്. അപ്പോഴും പേഷ്യൻറ്റ് ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒന്ന് സംശയം പോലും ഇല്ലായിരുന്നു. പേഷ്യൻ്റ് BP എല്ലാം നോർമൽ ഓക്കെ ആയിരുന്നു. പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്ത് പേഷ്യൻറ്റ് നോർമൽ ആണെന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ പോയത്. പിന്നീട് പേഷ്യൻറ്റിൻ്റെ ചെക്കപ്പിൽ നമ്മൾ ഓരോ മണിക്കൂറും ഇടപെട്ട് BP പൾസും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ BP ഫോൾ കണ്ടതിനെ തുടർന്ന് പേഷ്യൻ്റ് എക്സാമിൻ ചെയ്തപ്പോൾ ചെറിയ വയറിനൊരു ഡിസ്റ്റൻഷൻ ഉള്ളതായിട്ട് കണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിരിക്കും എന്ന് തോന്നിയതുകൊണ്ട് എത്രയും ഫാസ്റ്റായിട്ട് പേഷ്യൻറ്റിനെ ഇവിടെ ബ്ലഡ് ബാങ്ക് സൗകര്യമില്ല, അനസ്തീഷ്യ ഡോക്ടറില്ല, കൂടെ സഹായത്തിന് വേറെ ഡോക്ടേഴ്സിനൊന്നും അവൈലബിലിറ്റി ഇല്ലാത്തൊരു സ്ഥലം ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ മെഡിക്കൽ SIT ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഫാസ്റ്റായിട്ട് ഞങ്ങൾ ആംബുലൻസ്, ഒരു ചെറിയ ആംബുലൻസ് ആണ്, അതിനകത്ത് 3-4 പേർക്കേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ഞങ്ങൾ അത്രയും ഫാസ്റ്റായിട്ട് ഞാനും എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത 2 സിസ്റ്റർമാരും നമ്മൾ എല്ലാ മെഡിസിൻസ് പേഷ്യൻറ്റിനെ നല്ല സേഫായിട്ട് അങ്ങ് എത്തണം എന്നുള്ള വിചാരത്തോടു കൂടി നമ്മൾ എല്ലാ മെഡിസിൻസും ഒക്കെ എടുത്തു വെച്ച് 2 സിസ്റ്റേഴ്സ് പേഷ്യൻ്റെ സൈഡിൽ നിന്ന് അതിനിടയിൽ ഒരു ഉമ്മ മാത്രമേ അവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു. അവർ ബഹളമായിരുന്നു. അപ്പോൾ അതിനിടയിൽ പേഷ്യൻറ്റിനെ കൂടെ അതിനകത്ത് ഇരുത്താൻ സ്ഥലം ഉണ്ടായില്ല, ബൈസ്റ്റാൻഡിനെ കൂടി ഇരുത്താൻ സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ അവർ പുറകെ വന്നോളാം, ആണുങ്ങൾ വന്നിട്ട് പുറകെ വന്നോളാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എത്രയും ഫാസ്റ്റായിട്ട് പേഷ്യൻറ്റ് എത്തിക്കേണ്ടത് ഉള്ളത് കൊണ്ട് ഫാസ്റ്റായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി ഇടയ്ക്ക് പേഷ്യൻറ്റ് വേണ്ടുന്ന മെഡിസിൻസൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുചെന്ന് ഞങ്ങൾ ഇവിടുന്ന് വിളിച്ച് പറയുകയും ചെയ്തു SIT ഹോസ്പിറ്റലിൽ അധികൃതരോട് ഇങ്ങനൊരു കേസുണ്ട്. അത് കാരണം നമുക്ക് എല്ലാ എക്സ്പേർട്സും അവിടെ ചെന്ന ഉടനെ ടൈമിൽ എല്ലാ ഡോക്ടേഴ്സും വളരെ ആത്മാർത്ഥമായിട്ട് അവർ പരിശ്രമിച്ച് പേഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ എന്താണ് പാളിച്ച സംഭവിച്ചത് ഇവർ പറയുന്ന പോലെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പേഷ്യൻ്റ് ബെറ്ററാണ്. പേഷ്യൻ്റ് ഞാൻ ഇന്നലെ ചെയ്ത ഡോക്ടറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടറിനെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, പേഷ്യൻ്റ് റിക്കവറി ആയി വരികയാണ്. പേഷ്യൻറ്റും ഡോക്ടേഴ്സും സിസ്റ്റർമാരും കൂടെ പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് അവരുടെ ജീവൻ രക്ഷപ്പെടുത്തി എടുത്തതിന് അവർ താങ്ക്സിൽ പറയേണ്ടതെന്നാണ് അവിടെയുള്ള ഡോക്ടർമാരുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ഓപ്പറേഷൻ കുബേര തുടരുന്നു. പത്തനാപുരം പോലീസ് നടത്തിയ റെയ്ഡിൽ കഴിഞ്ഞ ദിവസം മഞ്ചളൂർ സ്വദേശി പിടിയിലായതിന് പിന്നാലെ ചൊവ്വാഴ്ച ഇടത്തറ സ്വദേശിയും പിടിയിലായി. പണവും നിരവധി രേഖകളും പിടിച്ചെടുത്തു. ഓപ്പറേഷൻ കുബേര എന്ന് പേരിട്ടിരിക്കുന്ന ബ്ലേഡ് മാഫിയ റെയ്ഡിൽ പത്തനാപുരത്ത് ഒരാൾ കൂടി പോലീസ് പിടിയിലായി. ഇടത്തറ നിസാർ മൻസിലിൽ അബ്ദുൾ നിസാർ ആണ് പിടിയിലായത്. 14,000 രൂപയും ചെക്കുകൾ, മുദ്രപത്രങ്ങൾ എന്നിവയും നിരവധി രേഖകളും പിടിച്ചെടുത്തു. മെത്തക്കടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു രേഖകൾ. കഴിഞ്ഞ ദിവസം പത്തനാപുരം മഞ്ചളൂർ കൃഷ്ണാലയത്തിൽ മുരളീധരൻ പിള്ള പിടിയിലായിരുന്നു. ഇയാളിൽ നിന്ന് 1,62,000 രൂപയും 60ഓളം ചിട്ടി ബുക്കുകളും രേഖകളും പിടിച്ചെടുത്തിരുന്നു. പത്തനാപുരം CI വേലായുധൻ നായർ, SI ഷുക്കൂർ എന്നിവർ അറസ്റ്റിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മുന്നറിയിപ്പ് നൽകാതെയും ലൈസൻസ് പുതുക്കാൻ അവസരം നൽകാതെയും ബാർ ഹോട്ടൽ ലൈസൻസ് റദ്ദാക്കിയ സർക്കാർ നടപടിക്കെതിരെ ബാർ ഹോട്ടൽ ജീവനക്കാരും കുടുംബങ്ങളും കൊട്ടാരക്കരയിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് കൊട്ടാരക്കര KNS ജംഗ്ഷനിൽ നടന്ന ധർണ കേരള ഹോട്ടൽ ബാർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മണ്ണടി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ലേബർ ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള ഈ രാജ്യത്തെ തൊഴിലാളികളെ സഹായിക്കേണ്ട ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിൽ തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കുകയുണ്ടായിട്ടുണ്ടോ? നമ്മൾ എന്തുകൊണ്ടിങ്ങനെ ഈ പെരുവെയിലത്ത് ഇവിടെ വന്നിരുന്നുകൊണ്ടൊരു സമരം ചെയ്യേണ്ട സാഹചര്യം ഈ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നു എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആളുകളുടെ മദ്യപാനം നിർത്തുവാനുള്ള ഒരു സാഹചര്യം 1996 അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ AK ആന്റണി, ആദർശത്തിന്റെ പേരിൽ ബലിയാടായ ശ്രീ AK ആന്റണി നടപടിയെടുക്കുകയുണ്ടായി. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടെടുത്ത ആ തീരുമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആശാവഹമായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ മദ്യവർജനമൊക്കെ നിരോധന സമിതിക്കാരടക്കമുള്ള ആളുകൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1996 ശേഷം കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എത്ര ബിവറേജ് ഔട്ട്ലെറ്റുകൾ കൊടുക്കുവാനുണ്ട്? 1996 ശ്രീമാൻ AK ആന്റണി ചാരായ നിരോധനം നടപ്പിലാക്കിയതിനു ശേഷം ഘട്ടംഘട്ടമായി സർക്കാർ മേഖലയിലുള്ള ബിവറേജ് കോർപ്പറേഷനുകളുടെ പ്രവർത്തനം കുറയ്ക്കുന്നതിന് പകരം നാട്ടിലൊക്കിലും മൂലയിലും ബിവറേജ് കോർപ്പറേഷന്റെ
സ്റ്റാള് ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചുകൊണ്ട് മദ്യത്തിന്റെ വിപണനം വിപുലീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ കേരളത്തെ കൊണ്ടുപോയത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് വിജയകുമാർ അധ്യക്ഷനായി. ലൈസൻസ് പുതുക്കാൻ അവസരം നൽകാതെയും മുന്നറിയിപ്പ് നൽകാതെയുമാണ് സർക്കാർ നടപടി സ്വീകരിച്ചത്. നിലവാരമില്ലാത്തതെന്ന് സർക്കാർ മുദ്രകുത്തിയ ബാർ ഹോട്ടലുകൾക്ക് നിലവാരം ഉയർത്താനുള്ള അവസരം നൽകിയിരുന്നെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെട്ട 418 ബാർ ഹോട്ടലുകളിലെ ജീവനക്കാരുടെ കുടുംബങ്ങൾ പട്ടിണിയാകില്ലായിരുന്നുവെന്നും ആത്മഹത്യകൾ ഒഴിവാക്കാമായിരുന്നുവെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന പ്രസിഡന്റ് ഷിബു കിഴക്കടം, അംഗങ്ങളായ വി ശശിധരൻ, പുത്തൂർ നിശാന്ത്, കടക്കൽ രാജീവ്, അനിൽ മിഥുന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. തൂക്കുപാലം സംരക്ഷണ സമിതി 22-ന് നടത്തുന്ന ഏകദിന ഉപവാസത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു. പുനലൂരിൽ വാർത്താസമ്മേളനത്തിലാണ് എംഎൽഎ തൂക്കുപാലം സംരക്ഷണ സമിതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. 1877 ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിതമായ പുനലൂരിന്റെ ചരിത്ര സ്മാരകം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സിനിമാ സംവിധായകൻ എം.എ. നിഷാദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തൂക്കുപാലം സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ സ്വാഗതാർഹമാണെന്ന് എംഎൽഎ പറഞ്ഞു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതായും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പുനലൂരിലെ എല്ലാ സാംസ്കാരിക സാമൂഹിക നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്നും എംഎൽഎ അഭ്യർത്ഥിച്ചു. പുനലൂർ തൂക്കുപാലത്തിനോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാണ് ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് ആവശ്യപ്പെടാറുണ്ട്. സർക്കാർ ഈ കാര്യത്തിൽ നടത്തുന്ന അവഗണന ഇനിയും സഹിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 22-ാം തീയതി നടക്കുന്ന ഉപവാസത്തിൽ പങ്കാളിയാകാൻ ഞാനും തീരുമാനിച്ചിരിക്കുക. 22-ാം തീയതി തൂക്കുപാലം സംരക്ഷണ സമിതി നടത്തുന്ന ഉപവാസത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ഉപവാസമെങ്കിൽ വൈകിട്ട് വരെ ഉപവസിക്കാൻ ഞാനും തീരുമാനിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ബാക്കി ബഹുജനങ്ങളോടും സംഘടനകളോടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ തൂക്കുപാലം സംരക്ഷണ സമിതി നടത്താൻ പോകുന്ന ഈ പ്രക്ഷോഭം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന്. ഒരു കൂട്ടം കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ കൂടെ ചേർന്നാണ് ഈ തൂക്കുപാലം സംരക്ഷിക്കുന്നതിനുള്ള സംരക്ഷണ സമിതി രൂപീകരിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിനുപരിയായി ജാതിമത ചിന്തകൾക്കെല്ലാം അതീതമായി എല്ലാ വിഭാഗീയ ചിന്തകൾക്കും അതീതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. പാലത്തിന്റെ തകർച്ചയെ തുടർന്ന് അടച്ചിട്ട സാഹചര്യത്തിൽ പാലം കൂടുതൽ തകർച്ചയെ നേരിട്ടു. തുടർന്നാണ് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലുള്ള പാലം പുതുക്കി പണിതത്. എന്നാൽ നവീകരണത്തിൽ കമ്പകത്തടിക്ക് പകരം ബലം കുറഞ്ഞ തടി പാകിയത് വീണ്ടും പാലം തകർച്ച നേരിടാനും നിർമ്മാണത്തിലെ വീഴ്ച വിജിലൻസ് അന്വേഷണത്തിലെത്താനും കാരണമായി. തുടർന്ന് LDF സർക്കാർ നവീകരണത്തിന് 78 ലക്ഷം രൂപ അനുവദിച്ചു. ഇതിൽ 28 ലക്ഷം രൂപയ്ക്ക് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കി. തുടർന്ന് വന്ന UDF സർക്കാർ തൂക്കുപാലത്തിനായി ഒന്നും ചെയ്യാഞ്ഞത് തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഈ വിഷയത്തിൽ MLAയുടെ അഭ്യർത്ഥനയെ തുടർന്ന് പുരാവസ്തു വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ നിന്ന് നിർമ്മാണ ചുമതലയുള്ള ക്വിറ്റ്കോ വിട്ടുനിന്നതും പ്രതിഷേധാർഹമാണെന്ന് MLA പറഞ്ഞു. ഇനി തുറന്നു നടത്തേണ്ട കാര്യങ്ങൾ ചെയ്ത് ഈ പണി അടിയന്തരമായി ആരംഭിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് കാണിക്കുന്ന അലംഭാവം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഈ കൂട്ടായ്മ, ഇപ്പോഴുള്ള സംരക്ഷണ സമിതി തുടങ്ങിയിട്ടുള്ള ഈ കൂട്ടായ്മ, അതൊരു നല്ല കാര്യമാണ്. ആ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലുള്ള സമരത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് കണ്ണു തുറക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ സ്വദേശികളായ നിർധന ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് കനിവ് തേടുന്നു. കരൾ പകുത്തു നൽകാൻ കുഞ്ഞിന്റെ അമ്മ റുക്സാന തയ്യാറാണ്. എന്നാൽ 25 ലക്ഷത്തോളം രൂപ ചിലവ് വരും. അഞ്ചൽ വക്കംമുക്ക് റുക്സാന മനസ്സിലിൽ ഫൈസൽ റുക്സാന ദമ്പതികൾക്ക് കാത്തിരുന്നു പിറന്ന കൺമണിക്കാണ് കരൾ രോഗം ബാധിച്ചത്. 4 മാസം പ്രായമുള്ള റീമയ്ക്ക് കരൾ രോഗമാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരിച്ചത്. ആദ്യപടിയായി കുഞ്ഞിന്റെ പിത്തസഞ്ചി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് മാർഗമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കൺമണിക്ക് കരൾ പകുത്തു നൽകാൻ റുക്സാന തയ്യാറായിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ പിത്തസഞ്ചി മാറ്റി സക്സസ് ആവണമെങ്കിൽ ലിവർ മാറ്റി വെക്കണം. അങ്ങനെ എൻ്റെ ലിവറാണ് സ്മൂത്ത് ആകുന്നത്. അമൃത ഹോസ്പിറ്റലാണ് ചെയ്യുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത്. കളിചിരികളുടേതാവേണ്ട കാലത്ത് റീമ തന്നെ ബാധിച്ച രോഗത്തിന്റെ വേദനയിൽ പൊട്ടിക്കരയുകയാണ്. ശസ്ത്രക്രിയ വൈകുന്ന ഓരോ നിമിഷവും കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാകുന്നു. ഏതു നിമിഷവും പൊന്നോമനയുടെ ജീവൻ രക്ഷിക്കാൻ കരൾ പകുത്തു നൽകാൻ തയ്യാറായി ഈ മാതാവ് കാത്തിരിക്കുന്നു. കൂലിവേലക്കാരനായ റുക്സാനയുടെ ഭർത്താവ് ഫൈസലിനും കുടുംബത്തിനും ഭാരിച്ച ശസ്ത്രക്രിയാ ചെലവുകൾ താങ്ങാൻ കഴിയില്ല. വാടക വീട്ടിലെ അർത്ഥപ്പട്ടിണി നിറഞ്ഞ ജീവിതത്തിൽ മകളെ ബാധിച്ച രോഗത്തെ സ്വന്തം ജീവന്റെ പാതി കൊണ്ട് തോൽപ്പിക്കാൻ റുക്സാന തയ്യാറാണ്. മാതൃത്വത്തിന്റെ മഹത്വം സ്വന്തം ജീവനേക്കാൾ വലുതാണെന്ന് ചിന്തിക്കുന്ന റുക്സാനയുടെ മനസ്സ് പക്ഷേ മകളെ രക്ഷിക്കാൻ സുമനസുകളുടെ കനിവിനായി കേഴുകയാണ്. റീമയുടെ ശസ്ത്രക്രിയയ്ക്ക്
25 ലക്ഷത്തോളം രൂപ ചെലവ് വരും. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി നാട്ടുകാരും ബന്ധുക്കളും കൈകോർത്തിട്ടുണ്ട്. ഇതിനായി SBIയുടെ അഞ്ചൽ ശാഖയിൽ അക്കൌണ്ടും തുടങ്ങി. കനിവുള്ളവർക്ക് സഹായിക്കാം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മാതാവിനെ വൃദ്ധസദനത്തിലാക്കിയ ശേഷം മറ്റൊരമ്മയുടെ അനുഗ്രഹത്തിനും ആശ്ലേഷത്തിനുമായി കാവൽ നിൽക്കുന്ന പ്രവണത അംഗീകരിക്കാനാവില്ലെന്ന് സ്വാമി സന്ദീപാനന്ദഗിരി. പത്തനാപുരം ഗാന്ധി ഭവനിൽ മാതൃദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മീയ രംഗത്തെ കോർപ്പറേറ്റുകളുടെ പിന്തുണയോടെ കച്ചവടവത്കരിക്കുന്നവരാണ് ആത്മീയതയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നതെന്ന് സ്വാമി സന്ദീപാനന്ദഗിരി പറഞ്ഞു. വ്യാജ ആത്മീയതയെ യഥാർത്ഥ ആത്മീയതയായി തെറ്റിദ്ധരിക്കുന്നത് ആത്മീയ രംഗത്തെ ദുര്യോഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം ചടങ്ങിൽ അധ്യക്ഷനായി. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, അഡ്വക്കേറ്റ് സത്യാനന്ദ പണിക്കർ, വിജയൻ അമ്പാടി എന്നിവർ സംസാരിച്ചു. നർത്തകി ലക്ഷ്മി ഹരിലാലിന്റെ സ്വാഗത നൃത്താർച്ചനയോടെയാണ് ലോക മാതൃദിനാഘോഷവും ആത്മീയ സംഗമവും നടന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശിലാഫലകത്തിൽ തന്റെ പേര് കൊത്തി ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ എട്ടുകാലി മമ്മൂഞ്ഞിന് സമമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് MS പ്രദീപ് കുമാർ. ആശാ ശശിധരൻ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ ഒരു പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രദേശങ്ങളിൽ വ്യാജ ഫ്ലെക്സുകൾ അടിച്ചു വെച്ചുകൊണ്ട് വികസനത്തിന്റെ പേരിൽ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് കുണ്ടയം ഡിവിഷൻ അംഗം R രാജിമോന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച വെള്ളാറമൺ ക്ഷേത്രം റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണെന്ന തെറ്റായ വിവരം ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ പ്രതികരിച്ചത്. ജനങ്ങളെ പറ്റിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ആശാ ശശിധരൻ ജനങ്ങളോട് മാപ്പ് പറയണം. ഈ നമ്മുടെ അടുത്ത പ്രദേശമായ ഈ വെള്ളാറമൺ ഭാഗത്ത് 10 ലക്ഷം രൂപ റോഡിനു വേണ്ടി അനുവദിച്ചു എന്ന് പറഞ്ഞ് പ്രാദേശിക വികസന ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ MLA മാർക്കും MP മാർക്കും മാത്രമേ ഈ പ്രാദേശിക വികസന ഫണ്ടുള്ളൂ. എന്നിരിക്കെ ഈ പ്രാദേശിക വികസന ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് നാട് മുഴുവൻ ഫ്ലെക്സുകൾ വെക്കുകയും ഇല്ലാത്ത വികസനത്തിൽ അവകാശം ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആശാ ശശിധരൻ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് MS പ്രദീപ് കുമാർ ആവശ്യപ്പെട്ടു. 3 വർഷമായി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ തുരുമ്പെടുത്ത് നശിക്കുന്ന ആംബുലൻസ് ജനങ്ങൾക്ക് ഉപയോഗിക്കാനായി വിട്ടുകൊടുക്കാത്ത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും MS പ്രദീപ് കുമാർ മുന്നറിയിപ്പ് നൽകി. ഈ സാധാരണക്കാർക്ക് വേണ്ടി ആംബുലൻസ് ഉൾപ്പെടെ കട്ടപ്പുറത്ത് കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആശാ ശശിധരൻ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ജനങ്ങൾക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞേ മതിയാവും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുരിയോട്ടുമല ഫാം ഫ്രഷ് മിൽക്ക് അടുത്തയാഴ്ച വിപണിയിലെത്തും. സംവിധാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തയ്യാറായി. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പത്തനാപുരം പിറവന്തൂർ കുരിയോട്ടുമല ഫാമിൽ നിന്ന് പുതിയ സംരംഭമായ കുരിയോട്ടുമല ഫാം ഫ്രഷ് മിൽക്ക് അടുത്തയാഴ്ച വിപണിയിലെത്തും. ഒരുവിധ രാസപ്രക്രിയകൾക്കും വിധേയമാക്കാതെ കറന്നെടുത്താലുടൻ പാൽ 1/2 ലിറ്ററിന്റെ കവറുകളിൽ നിറയ്ക്കുന്ന പുത്തൻ ധവള വിപ്ലവത്തിനാണ് കുരിയോട്ടുമല ഫാമിൽ തുടക്കമാകുന്നത്. പാൽ കവറുകളിൽ നിറയ്ക്കുന്നത് യന്ത്ര സംവിധാനത്തിലാണ്. ഇതിനാവശ്യമായ യന്ത്രങ്ങളും കൂളിംഗ് സിസ്റ്റവും ഫാമിൽ സ്ഥാപിച്ചു. കറവയുള്ളതും ഇല്ലാത്തതും കിടാരികളുമൊക്കെയായി 200ഓളം പശുക്കളാണ് ഫാമിലുള്ളത്. രാവിലെയും വൈകിട്ടുമായി ആവശ്യക്കാർ ഫാമിൽ ക്യൂ നിന്നാണ് പാൽ വാങ്ങുന്നത്. അധികമുള്ളത് വാഹനങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് പതിവ്. അളന്നു വിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനും പരിശുദ്ധി ഉറപ്പാക്കുന്നതിനും പാൽ കവറുകളിലാക്കി വിൽക്കുന്നതോടെ സാധിക്കും. കൂടാതെ കൂടുതൽ ഉപഭോക്താക്കൾക്ക് പാൽ ലഭ്യമാവുകയും ചെയ്യും. മറ്റു കവർ പാലുകൾക്ക് ലിറ്ററിന് 36 രൂപ വില വരുമ്പോൾ കുരിയോട്ടുമല ഫാമിൽ നിന്ന് 32 രൂപയ്ക്ക് പാൽ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് പത്തനാപുരത്തെ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. ആയിരനെല്ലൂരിൽ കൂട്ടുകാർക്കൊപ്പം ആറ്റിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. ലൈവ് വാർത്താ റിപ്പോർട്ടറെ മദ്യമാഫിയ മർദ്ദിച്ച സംഭവത്തിൽ തെന്മല പോലീസ് സ്വീകരിച്ച ഉദാസീനതയ്ക്കെതിരെ MLA അഡ്വക്കേറ്റ് K രാജുവിന്റെ വിമർശനം. പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയ നടപടിയിൽ MLAക്ക് അതൃപ്തി. കുളത്തൂപ്പുഴയിൽ INTUC യൂണിയൻ ഓഫീസ് അറ്റകുറ്റപ്പണിയുടെ മറവിൽ RPL എസ്റ്റേറ്റിന്റെ ഭൂമി കയ്യേറിയതായി പരാതി. RPL അധികൃതരുടെ പരാതിയെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.